ഹലോ ഹായ് വെൽക്കം ടു ഇത് നല്ല കൊമേഡി. ഞാൻ നിങ്ങളുടെ ഹോസ്റ്റ് മിസ്റ്റർ ദിഗംബരൻ. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ മലയാളം പോഡ്കാസ്റ്റാണ്. ആദ്യമേ തന്നെ സ്പോട്ടിഫൈയിൽ ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഞങ്ങൾ സ്പോട്ടിഫൈയിൽ മാത്രമല്ല ആമസോൺ മ്യൂസിക്, ആപ്പിൾ മ്യൂസിക്, യൂട്യൂബ് മ്യൂസിക്, പിന്നെ പോക്കറ്റ് കാസ്റ്റ്, കാസ്റ്റർ എഫ് അങ്ങനെ പല പ്ലാറ്റ്ഫോമുകളിൽ അവൈലബിൾ ആണ്. അവിടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങളെ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഷോർട്ട് ഫോമാറ്റുകൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു ചാനലുണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അവിടെ നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ യൂട്യൂബ് കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വന്തം യൂട്യൂബ് കുടുംബത്തിന് താങ്ക് യു സോ മച്ച് ഫോർ സബ്സ്ക്രിപ്ഷൻസ് ആൻഡ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയും കുറേ പേര് തുടർന്നും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം വെറുതെ പോവല്ലേ, ആ ബട്ടണും കൂടെ ഒന്ന് അമർത്തി വിടുവാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മ്യൂസിക്കൽ സ്പിൻ വീൽ സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നെൻ്റെ കൂടെ 3-4 പേരുണ്ട്. അവരെയൊക്കെ ഓരോരുത്തരായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് സ്വാഗതം ചെയ്യാം. ആദ്യമേ തന്നെ നമ്മുടെ ചാനലിലെ സ്ഥിരം അന്തേവാസിയായ മിസ് UDC കുമാരി, Hello, വെൽക്കം hello, ടു ദ hello, ഷോ. hello. Thanks for having me. പിന്നെ ഞാൻ എല്ലാ നമ്മൾ ദിവസവും ഇവിടെ ഉണ്ട്. ദിഗുവിന്റെ അതെ കൂടെ അതെ എപ്പോഴും പെയറായിട്ട് ഞാൻ ഇവിടെ കാണും. ഞങ്ങള് അതെ ഡാഗിനിയും കുട്ടീസനും പോലെയാണ്. അതെ Yes. തീർച്ചയായും. അപ്പോൾ പിന്നെ ഇന്ന് നമ്മളോടൊപ്പം 2 യുവ മിഥുനങ്ങൾ കൂടി ചേരുകയാണ് നമ്മുടെ ചാനലിലെ. എന്താ പറയുന്നേ, യുവത്വങ്ങൾ 2 പേർ. അപ്പോൾ അവരിൽ ആദ്യമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു കിണറ്റിലെ പെൺകുട്ടി. വെൽക്കം ബാക്ക്. ഹലോ ഹലോ. ഓക്കെ. അടുത്തതായി നമ്മുടെ സ്വന്തം പത്മശ്രീ സരോജ് കുമാർ. വെൽക്കം ബാക്ക് ടു ദ ഷോ. ഹലോ, താങ്ക് യു. അപ്പോൾ ഇന്ന് ഒരു എന്താ പറയുന്നത്, എല്ലാവരും കൂടെ നമ്മൾ 4 പേരും കൂടെ ചേർന്നിട്ടുള്ള ഒരു എപ്പിസോഡ്. അതായത് ചാനലിലെ 4 പേർ ഒരുമിച്ച് ഇതിനു മുമ്പ് ബേബി റെയിൻഡിയർ എന്ന് പറഞ്ഞിട്ടൊരു എപ്പിസോഡ് ചെയ്തായിരുന്നു. ഇപ്പോൾ പുതിയ ഫ്രഷ് ആയിട്ടുള്ള 4 പേർ, ഐ മീൻ ഞാനും UDCയും എന്താ പറയുന്നത് സ്ഥിരമായിട്ടുള്ളവരാണ്. അന്തേവാസികളാണ്. അതെ, എനിക്ക് അതിൽ മാറ്റാണ്. ചോദ്യങ്ങളൊന്നുമില്ല. അപ്പം ഇന്നിപ്പോ ദാ ഇവരിവിടെ ഉണ്ട്. എന്താണ് Yes. ഇപ്പം നമ്മൾ അതുമല്ല ഇന്ന് ചെയ്യാൻ പോകുന്നത്? അതല്ല, നമുക്ക് ദിഗംബരൻ ഇല്ലാത്ത ഒരേ ഒരു എപ്പിസോഡേ ഉള്ളൂ ഈ ചാനലിൽ. അത് ഞാനും നമ്മുടെ KPയും കൂടെ ഉള്ള എപ്പിസോഡാണ്. പ്രത്യേക എപ്പിസോഡാണ്, നമ്മുടെ മ്യൂസിക്കൽ എപ്പിസോഡാണ്, റാൻഡം ടോക്സിലുള്ള ഒരു എപ്പിസോഡാണ്. എല്ലാരും പോയി ചെക്ക്ഔട്ട് ചെയ്യണം. അത് നമ്മുടെ പുരുഷ സാന്നിധ്യങ്ങളൊന്നും ഇല്ലാത്ത പ്രത്യേക എപ്പിസോഡാണ്. യെസ്. സ്ത്രീ ശാക്തീകരണത്തിന് ഈ ചാനൽ എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പൊ ആരാണ് ഈ സ്പിൻ വീൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? നമുക്ക് ഇവിടെ ഒരു സ്പിൻ വീൽ ഇവിടെ ദൃശ്യമാണ്. പറയൂ, ആരാണ് സ്പിൻ വീൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണത് നമ്മുടെ സരോജിയുടെ ഐഡിയ ആയിരുന്നു. ഇത്. അപ്പൊ സരോജ് പണ്ഡിറ്റ് സർ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നു. സരോജ് പണ്ടിട്ടോ? ഡോക്ടർ ആള് മാറിപ്പോയി. പത്മശ്രീ. പത്മശ്രീ സരോജ് പണ്ടിട്ടോ? സരോജ്. സോറി. പത്മശ്രീയൊക്കെ നേടിയ ആള് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. എന്താണ് ഇവിടെ കാണുന്നത്? എന്താണ് ഈ സംഭവം? പറയൂ. അതാണ് എനിക്കും ചോദിക്കാനുള്ളത്. എന്താണ് ഈ കാണുന്ന? നമ്മള് ബേസിക് ആയിട്ടൊരു ഐഡിയ പറയാം. സോ എല്ലാവർക്കും ഇപ്പം 12 ആക്ടേഴ്സിനെ ചൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നടക്കാൻ പോകുന്നത്, നമ്മൾ വീൽ സ്പിൻ ചെയ്യും. നമ്മളൊരു ഓർഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ 4 പേർക്കും. അപ്പൊ ആ ഓർഡറിലായിരിക്കും പറഞ്ഞു പോകുന്നത്. ഇപ്പം സപ്പോസ് ആദ്യം വരുന്നത് ശോഭനയാണെങ്കിൽ ആദ്യം UDC കുമാരി ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ UDC കുമാരി ശോഭന ആക്ട്രസിന് പറ്റുന്ന ബെസ്റ്റ് സിംഗറിനെ പറയും. അവർക്ക് അപ്പം മാച്ച് ആയിട്ടുള്ള അതിന് സിംഗർ. മാച്ച് ആയിട്ടുള്ള, അവരുടെ ഫേസിനും അവരുടെ സൗണ്ടിനും ഒക്കെ മാച്ച് ആയിട്ടുള്ള ഒരു സിംഗറിനെ പറയും. അപ്പൊ ഞങ്ങൾ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയും തിരിച്ച്. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ആരൊക്കെ ഓർഡർ ഒന്നും കൂടെ ഒന്ന് പറയുകയാണെങ്കിൽ. ഓർഡർ എന്ന് ആദ്യം വെച്ചാൽ UDC കുമാരി, അത് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. UDC മാറ്റമില്ല. കുമാരിയുടെ തീരുമാനിച്ചു കഴിഞ്ഞു. തലയിലെല്ലാം കുട്ടിക്ക് അടിക്ക്. ഞാൻ പിന്നെ ചെയ്യാണ്ട് പലകയാണല്ലോ, തലച്ചെണ്ടയാണല്ലോ. ഏറ്റവും കഴിവുള്ളവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അത് ഇവിടെ തീർച്ചയായും. പറയാൻ പറ്റാത്ത ഒരു വാക്കാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. കഴിവിച്ചിരി കൂടിപ്പോയതുകൊണ്ടാണ് ചേട്ടാൻ ചോദിക്കും ഞാൻ. അതുകൊണ്ട് Yes. അപ്പൊ ആദ്യം കുമാരി, Yes. പിന്നെ
പിന്നെ മിസ്റ്റർ ദിഗംബരൻ. പ്രായം അനുസരിച്ചാണ് നമ്മളിവിടെ പ്രായം പോകുന്നത്. അനുസരിച്ച് നമ്മൾ ബഹുമാനിക്കണമല്ലോ. മൂത്തവരെ ബഹുമാനിക്കുകയാണ് ഓരോ നമ്മളിവിടെ പോകുന്നത്. എപ്പിസോഡിലും ഇവൻ നമ്മളെ ബൂമേഴ്സ് എന്ന് പറഞ്ഞ് കളിയാക്കുന്നത് ഇപ്പോഴത്തെ വീണ്ടും തുടരുകയാണ്. എങ്കിലും ഓക്കെ, ആയിക്കോട്ടെ. എങ്കിലും ദിഗുവാണ് എന്നെക്കാളും മൂത്തത്. ശരിക്കും ദിഗുവാണ് ആദ്യം പോകേണ്ടത് കേട്ടോ. അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. ഞങ്ങള് സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഫാമിലിയിൽ നിന്ന് വരുന്നവരാണ്. ഇപ്പൊ ആദ്യ കുമാരി, അപ്പൊ ദിഗു ഓക്കെ, സെക്കൻഡ് ഞാൻ, പിന്നെ ആരാണ്? പിന്നെ നമ്മുടെ സരോജ് പിന്നെ ചേർന്നു, അല്ല കെ പിന്നെ പി. KP പോട്ടെ, അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ. കൊള്ളാം. ഓക്കെ, Nice. എന്നാ പിന്നെ ലാസ്റ്റ് ആർക്കും വേണ്ടാത്ത ആക്ടറിനെ ആക്ട്രസിനെ ഒക്കെ എനിക്ക് കിട്ടും. അതങ്ങനെയാണ്. നീ കൊണ്ട് നിന്നെ തന്നെ അവസാനം വെച്ചിട്ട് നീ കളിക്കുന്നു. നീ ഞങ്ങൾ പറഞ്ഞല്ലേ നിന്നോട് നടുക്കേറിയിരിക്കും, അപ്പൊ നീ കേട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് ഞങ്ങൾ പ്രായമുള്ളവര്. പോട്ടെ. സത്യം പറഞ്ഞാൽ അതിനൊരു വ്യത്യാസം എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഇവരെ ആദ്യം പറഞ്ഞു വിട്ടിട്ട് നമ്മൾ ലാസ്റ്റ് പറയുന്നതാണ്. അതാണ് ചെയ്യേണ്ടത്. വേണ്ടായിരുന്നു. പിന്നെ പോട്ടെ, എന്തെങ്കിലും ആട്ടെ. ഓക്കെ, നമ്മളിപ്പം കുട്ടികളല്ലേ, കാരണം നീ കുട്ടിയാണ് എന്ന് ലാലേട്ടൻ പറയുന്നത് പോലെ. Yes. അപ്പൊ നമ്മള് സ്പിൻ ചെയ്യാം. ഓക്കെ, ആദ്യം Yes. കറങ്ങട്ടെ, ഓ, എന്താണ് വരുന്നത്. കറങ്ങുമ്പോ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ. Cool. പിന്നെ സെലിബ്രേഷൻ ഒക്കെ ഉണ്ട്. ഓ ഓക്കെ. നിവിൻ പോളി. അപ്പൊ നിവിൻ നിവിൻ പോളിനെ പോളി റിമൂവ് ചെയ്യണോ അതോ അങ്ങനെ തന്നെ റിമൂവ് ചെയ്യണം? റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്യണോ? ഓക്കെ. ഓക്കെ, ആ നിവിൻ പോളി. UDC കുമാരി സ്റ്റാർട്ട് ചെയ്തു. UDCയുടെ ചോയ്സ് തന്നെയായിരുന്നു. ലക്കിലി നിവിൻ പോളി. ആൾക്കാരെല്ലാം തന്നെ ചീത്ത വിളിച്ചായിരുന്നു നിവിൻ പോളി ഇട്ടപ്പോഴത്തേനും. ഇത് നിവിൻ പോളി UDCയുടെ ചോയ്സ് അല്ല, നിവിൻ പോളി എന്റെ ചോയ്സ് ആയിരുന്നു. ആണോ? അത് സരോജ് കുമാറിന്റെ ഓ, ചോയ്സ്. അത് സരോജിന്റെ ചോയ്സ് ആയിരുന്നു. ഓ, സോറി. എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. സോറി അളിയ. എനിക്ക് ചെറുതായിട്ടൊന്ന് മാറിപ്പോയത്. എനിക്ക് തോന്നുന്നു മിക്കവർക്കും ഇത് തന്നെ ആയിരിക്കും ഫീൽ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ബട്ട് നമുക്ക് എന്തോന്ന് അത് എനിക്ക് തോന്നുന്ന സിംഗർ എല്ലാവർക്കും തോന്നുന്നു സെയിം സിംഗർ ആയിരിക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ ആൾക്കാരെ കിട്ടില്ല എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പറയൂ, ആരാണ് സോറി. നിവിൻ പോളി എനിക്ക് എപ്പോഴും വിനീത് ശ്രീനിവാസനാണ്. എനിക്ക് വിനീത് ശ്രീനിവാസൻ അല്ലാതെ വേറെ ഒരാളായിട്ട് എനിക്ക് നിവിൻ പോളിക്ക് ആലോചിക്കാൻ പോലും വയ്യ. അത് എനിക്ക് തോന്നുന്നു അദ്ദേഹം നിവിൻ പോളിയുടെ കൂടുതൽ ഡയറക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ടാണോ അതോ കൂടുതൽ അദ്ദേഹത്തിന് വേണ്ടി പാടിയിട്ടുള്ളത് കൊണ്ടാണോ എന്താന്ന് അറിഞ്ഞൂടാ. എന്താണെങ്കിലും എനിക്ക് തോന്നുന്നു യെസ്, അതാണ് വിനീത് ശ്രീനിവാസൻ. യെസ്. പറയൂ, വേറെ ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? അല്ലെങ്കിൽ അപ്പൊ ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പം വിനീത് ശ്രീനിവാസൻ പറഞ്ഞുകൊണ്ട് നമുക്കിനി അടുത്ത് വരുന്ന സ്പിന്നുകളിലൊന്നും വിനീത് ശ്രീനിവാസൻ പറയാൻ പറ്റില്ല എന്നാണല്ലോ നിയമം. അപ്പൊ ഞങ്ങൾ ഈ ഓപ്ഷണൽ ആയിട്ട് പറയുന്നവരെ അടുത്ത് വരുന്ന ചോയ്സിൽ നമുക്ക് പറയാൻ പറ്റുമോ? അത് അവരെയും പറയാൻ പാടില്ലെന്നുണ്ടോ? എന്നുവെച്ചാൽ ഇപ്പം എന്നോട് അത് കുഴപ്പമില്ല. ഓക്കെ, മനസ്സിലായി. അല്ലെ, എനിക്കൊരിത് പറയാനുണ്ട്. ഇതില് വിനീത് ശ്രീനിവാസനെ നിവിൻ പോളിക്ക് പറഞ്ഞിട്ട് UDC കുമാരി തന്നെ വിനീത് ശ്രീനിവാസന്റെ പേര് എന്റെ അതിട്ടുണ്ട്. അതിലെനിക്കും അപ്പൊ വിനീത് ശ്രീനിവാസനെ പറയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഇപ്പം വിനീത് ശ്രീനിവാസനെ പറഞ്ഞത്. നിവിൻ പോളിക്ക് വേറെ പല സിംഗേഴ്സിന്റെ പേരും പറയായിരുന്നു. ഇനി വിനീത് ശ്രീനിവാസന്റെ സൗണ്ടിനേക്കാളും നല്ലതായിട്ട് വിനീത് ശ്രീനിവാസന് വേറെ ആരും പാടുന്ന ആള് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പറയണം, അതാണല്ലോ അതിന്റെ രസം. അല്ല, എനിക്ക് ആക്ച്വലി ഈ അടുത്തിടയ്ക്ക് നമ്മുടെ വർഷങ്ങൾക്ക് ശേഷത്തിന്റെ അകത്തിലെ ഒരു ഗസൽ പോലത്തെ ഒരു പാട്ടുണ്ടായിരുന്നു. എല്ലാരും കേട്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ആ പാട്ടിന്റെ അകത്തില് അത് വിനീത് ശ്രീനിവാസൻ പാടിയ പാട്ടാ. ഞാൻ ആക്ച്വലി വീഡിയോ കാണാതെ കണ്ടപ്പോഴത്തേന് എന്റെ മനസ്സിൽ അത് നിവിൻ പോളി ആയിരുന്നു അവിടെ ഇരുന്ന് പാടിക്കൊണ്ടിരുന്നത്. എനിക്കൊരിക്കലും പ്രണവ് മോഹൻലാലിന്റെ മുഖത്തിന് വിനീത് ശ്രീനിവാസൻ ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒരു നല്ല ചോയ്സ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരു വിയേർഡ് ചോയ്സ് ആയിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പൊ നിവിൻ പോളി എന്ന് പറയുമ്പോ തന്നെ എനിക്ക് വിനീത് ശ്രീനിവാസനാണ് ഓർമ്മ വരുന്നത്. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? പറയൂ. എനിക്ക് അങ്ങനെ തന്നെ ഓർമ്മ. പക്ഷേ ഞാനൊരു ചോയ്സ് പറയാം, വിജയ് യേശുദാസ്. ഞാനും വേറെ ഒരു ചോയ്സ് പറയാം, സച്ചിൻ വാര്യർ. പുള്ളി പക്ഷെ ആകെ മറ്റേ ഇതിനതിൽ മാത്രല്ല പാടിയിട്ടുള്ളൂ, എന്താ തട്ടത്തിൽ മറയത്തിൽ മാത്രം അല്ല, പിന്നെ മറ്റേ വാതിൽ മെല്ലെ തുറന്നൊരു നാട്, അത് പുള്ളിയാണോ പാടിയേ? അതും പുള്ളിയാ പാടി. പുള്ളി ശരിക്കും പറഞ്ഞ സച്ചിൻ വാര്യരായിരുന്നു കൊടുക്കേണ്ടത്. വിനീത് ശ്രീനിവാസന്റെ പേര് ഈ ലിസ്റ്റിൽ ഇട്ടോണ്ട്. അതുകൊണ്ടാണ് ഞാൻ വിനീത് ശ്രീനിവാസനെ തന്നെ കൊടുത്തത്. നീയൊക്കെ അല്ലെങ്കിൽ വിനീത് ദീർഘവീക്ഷണം
കുമാരി എപ്പോഴും എന്താ പറയുന്ന ഒരു തൊലൈനോക്ക് നോക്കിക്കോ, പാർവയിൽ സഞ്ചരിക്കുന്ന കുമാരിക്ക് ആളാണ്. 2 വിനീത് ശ്രീനിവാസനെ കിട്ടും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓക്കെ, അല്ല, ഞാൻ തന്നെ വിനീത് ശ്രീനിവാസൻ എടുത്തോണ്ട് എനിക്ക് വിനീത് ശ്രീനിവാസൻ ആരാന്ന് അറിയാമല്ലോ, അപ്പൊ കുഴപ്പമില്ല. എനിവേസ്, യെസ്, ഇറങ്ങിക്കോളൂ. അപ്പൊ എന്നാ പിന്നെ അടുത്ത ഇറങ്ങണല്ലേ? ഓ, അടുത്ത ഞാനാണല്ലോ പുല്ല്. എന്താണ് വരുന്നത്? ആരാണ്? ഓ, ഓ, പാപ്പ ജയറാം. അഭിമാനം സ്റ്റാർ. അഭിമാൻ star, yes, yes. അദ്ദേഹത്തിന്റെ തന്നെ സൗണ്ട് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. ഒറ്റ പാട്ടേ പാടിയുള്ളൂ, അതോടെ തീർന്നു കിട്ടി. വളരെ മികച്ച ഒരു അതെല്ലാരും പോയി ചെക്ക്ഔട്ട് ചെയ്യണം. ഞങ്ങളുടെ കഴിഞ്ഞ മുമ്പത്തെ ടിയർ ലിസ്റ്റിലുള്ളതാണ്. ആക്ടേഴ്സ് പാട്ട് പാടിയ ഒരു ടിയർ ലിസ്റ്റ് ആണ്. ഭയങ്കര എൻജോയബിൾ ആണ്, കേട്ട് നോക്കണം. എനിവേസ്, പറയൂ. ജയറാമേട്ടന് ഞാൻ നമ്മുടെ സ്വന്തം KJ യേശുദാസിനെ കൊടുക്കാം. അവരുടെ കോംബോ നല്ല മികച്ച ഒരു കോംബോ ആയിരുന്നു. No. No. അത് വേറൊരാൾക്കാണ് കൊടുക്കായിരുന്നു, പക്ഷെ അത് എനിക്ക് കിട്ടാതെ പോയി കഴിഞ്ഞാലോ, അതുകൊണ്ട് ഞാൻ തൽക്കാലം ജയറാമേട്ടനൊക്കെ കൊടുത്തു. ഇങ്ങനെ ഇരിക്കും. വെലപ്പണ്ണിന് എനിക്ക് KJ Actually, യേശുദാസ്, ജയറാം. ആക്ച്വലി ജയറാമും എന്റെ ഇതായിരുന്നു, എന്റെ ചോയ്സ് ചോയ്സ് ആയിരുന്നു. ആയിരുന്നു. ഓ, യെസ്, 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 കറക്റ്റ്. എന്നെ അപ്പം നിങ്ങൾ എല്ലാരും കൂടെ അപ്പൊ താങ്കളുടെ ചോയ്സിൽ ആരായിരുന്നു പറയാനിരുന്നത്? ജയറാമിന് ആരുടെ കോംബോ ആയിരുന്നു? വേണുഗോപാലായിരുന്നു. ഓ, ഓക്കെ, അതും ബിക്കോസ് നല്ല വേണുഗോപാലായിരുന്നു. ഞാൻ ബിജു നാരായണനായിരുന്നു. കാരണം എനിക്ക് എപ്പോഴും ജയറാം എന്ന് പറയുമ്പോ നല്ല പാട്ടുകൾ വരുന്നത് മെല്ലെയൊന്ന് പാടില്ല ഞാനൊന്ന് പല ഗാനങ്ങളും ഉണ്ട്. എന്റെ ഒരു ഇതില് മറ്റേ ഉണരുമീ ഗാനം ഉണ്ട്, പള്ളിത്തേരുണ്ടോ ഉണ്ട്, എനിക്കിപ്പോ വേണുഗോപാല് കൊറേ. ജയറാമിനെ ആ. പാർത്ഥം കണ്ട പരലോകത്തിലെ തദ്ദിനത്തി ഗോകുല പുള്ളി എനിക്ക് മിക്കത് പാടുന്നത് കേട്ടാലൊന്നും അങ്ങനെ പുള്ളിക്ക് ചേരുന്നതായിട്ട് തോന്നിയിട്ടില്ല. അല്ല, ഗോകുല ബാലബാലകൊക്കെ ആരാ പാടിയത്? ജാസി. ഓ, ജാസി ആയിരുന്നു അതല്ലേ? ഓ, ശരിയാ. ഓ, റൈറ്റ്. ജാസി, അത് ശരി, അത് ചേരുന്ന സൗണ്ടാണ്. നമ്മൾ വിചാരിക്കില്ല ചേരുന്ന, പക്ഷെ ചേരും. ശരിയാണ്, പോയിന്റ്. ഏത് വഴി കൂടെ ചേരുന്നതെന്ന് കൂടെ ഒന്ന് പറഞ്ഞു തന്നാ മതി. ആ പാട്ടില് ചേർന്നായിരുന്നു, അത് പെർഫെക്റ്റ് ആ ആയിരുന്നു. പാട്ട് ചേർന്നു. ചേർന്നായിരുന്നു, യെസ്. അല്ലാതെ നോക്കുമ്പോ നമുക്ക് തോന്നും ചേർന്നു, അല്ലാതെ പക്ഷെ ആ പഠനത്തിൽ നല്ലതായിരുന്നു. യെസ്, കറക്റ്റ്. അപ്പം 4 പേർക്ക് 5 4 മണിക്ക് വന്ന് ചോയ്സ് ആയിരുന്നു. പാടിയോണ്ടായിരിക്കും. കൊള്ളാം. 5 മണിക്ക് വന്ന് പാടിയോണ്ടായിരിക്കും. കുമാരി പറയൂ, കുമാരിയുടെ മനസ്സിൽ ആരാണ് ജയറാമേട്ടന് ഞാൻ പറഞ്ഞില്ലേ, പറ്റിയത്? ബിജു നാരായണനായിരുന്നു എനിക്ക്. മറ്റേ നമ്മുടെ ബിജു നാരായണൻ. മനസ്സിനക്കരയില് മെല്ലെ ഒന്ന് പാടി നിന്ന്. എനിക്ക് എപ്പോഴും കേപ്പിക്ക് എനിക്ക് ജയറാം എന്ന് പറയുമ്പോ തന്നെ മനസ്സിനക്കരയാണ്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എനിക്ക് ജയറാമിനെ കോടമഞ്ഞിനാ ഓർമ്മ വരുന്ന. പിന്നെ ഇത് കഴിഞ്ഞാല് ഓ. പാർത്ഥം കണ്ട കഴിഞ്ഞാല് കോടമഞ്ഞ്, അതൊരു പെണ്ണ് പാടുന്ന പാട്ടല്ലേ? അതിന്റെ അല്ല, മെയിലാണോ? അത് രണ്ടുപേരും ഉണ്ട്. 2 വെർഷനും ഉണ്ട്. ശരിയാ. Yes. അത് ആരായിരുന്നു അത്? അത് യേശുദാസ് തന്നെ. യേശുദാസ്. കടാ അപ്പൊ എന്റെ ചോയ്സ് തെറ്റിയില്ല. ഓക്കെ, ഒന്നുകൂടെ കറക്കാൻ ഞാൻ. അടുത്ത ആള് പറയട്ടെ. നിത്യ മേനൻ. പറയൂ, കിട്ടല്ലേ എന്ന് പ്രാർത്ഥിച്ചത് തന്നെ കിട്ടി. ഈ ലിസ്റ്റ് ഇട്ടപ്പോ ആദ്യം ഇതെന്റെ ചോയ്സ് ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പേരാണ് നിത്യമേനൻ. അപ്പൊ തന്നെ KP പറഞ്ഞായിരുന്നു, എന്തിനു വേറൊരു സൂര്യോദയം എന്ന് ചോദിച്ചായിരുന്നു എന്നോട്. അപ്പൊ പക്ഷെ സാഡ്ലി പറയൂ. നിത്യമേനോന്റെ പോപ്പുലറായ പാട്ട് വെച്ചാണ് ഞാൻ പറയുന്നത്. ശ്രേയ ഘോഷാൽ. ഓ, നിത്യമേനോന്റെ ബാച്ചിലർ പാർട്ടിയിലെ പാട്ടാണ്. അതെ. അത് നല്ല ചോയ്സ് ആണ്. പക്ഷെ ഞാൻ ഒറിജിനലി ചിന്തിച്ച ചോയ്സ് അല്ല കേട്ടോ. ഞാൻ പറയാം എന്താ ചിന്തിച്ചെന്ന്. പറ. ചിമ്മി ആയിരിക്കും. അതെ, എനിക്ക് പുള്ളിക്കാരി നിത്യമേനോന്റെ എനിക്ക് നോക്ക് എന്നാണ് ആ സാധനമാണ് എനിക്ക് എപ്പോഴും എന്റെ മനസ്സിലോട്ട് വരുന്നത്. സോ എനിക്കെപ്പോഴും മഞ്ചേരി തന്നെ. ഞാൻ ശ്വേതാ മേനോനെ ശ്വേതാ മോഹനെ പറയും. നിത്യമേനോനും ശ്വേതയും കൂടെ മിക്സ് ചെയ്തത്. യെസ്, ശ്വേതാ മോഹൻ. പറയൂ സരോജ്. ഞാൻ നിത്യമേനോനെ കിട്ടിയിരുന്നെങ്കിൽ ഇതിന്ന് ലീവ് അടിച്ച് പോയിരിക്കുമായിരുന്നു. നന്നായി.
ഞാൻ പറയുന്നില്ല. യെസ്. ആദ്യം മനസ്സിൽ ഒന്നും വരുന്നില്ല. ഓക്കെ, എങ്കിൽ അടുത്തത് സ്പിൻ ചെയ്യും. നിത്യമേനെ മാറ്റിയിട്ട് സ്പിൻ ചെയ്യും. ഓ, അത് മറന്നുപോയി. സോറി. സാരില്ല, തൽക്കാലത്തേക്ക് വേറെ ആള് വന്നോണ്ട് നീ രക്ഷപ്പെട്ടു. ഓ, 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 ഓ. എന്റെ ഒരു വിധിയെ. അല്ല, ഞാൻ ആദ്യം നിത്യമേനെ ഇട്ട് അത് കഴിഞ്ഞിട്ട് വിനീത് ശ്രീനിവാസൻ ഇട്ടു. വിനീത് ശ്രീനിവാസൻ ഇട്ടപ്പോഴത്തേന് സരോജി പറഞ്ഞായിരുന്നു ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് എന്നോട് പറഞ്ഞു. ആ പണി അവന് കിട്ടി. ഓക്കെ ഓക്കെ. ഇങ്ങനൊക്കെ ചോദിച്ചാൽ നമ്മുടെ വിനീത് ശ്രീനിവാസന് ചേരുന്നത്, എന്റെ മനസ്സിൽ വിനീത് ശ്രീനിവാസന് വേറെ ഒരാള് പാടിയായിട്ട് എനിക്ക് ഓർമ്മയുള്ള മറ്റേ ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന സിനിമയിൽ മറ്റേ ഷാൻ റഹ്മാൻ പാടിയിട്ടുണ്ട്, ആരോമല എന്നൊക്കെ പറഞ്ഞ പാട്ട്. അതല്ലാതെ എന്റെ മനസ്സിൽ വേറെ വിനീത് ശ്രീനിവാസൻ അല്ലാതെ പുള്ളിക്ക് വേണ്ടി പാടിയായിട്ട് എനിക്ക് വേറെ ആരും ഓർമ്മയില്ല. പിന്നെ മറ്റേ ഹരിശങ്കറും, KS ഹരിശങ്കർ, പുള്ളിയും കുറച്ച് പാടിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഭയങ്കര അപൂർവമായിട്ട് 1-2 പാട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ, അത്ര മാത്രമേ ഉള്ളൂ എന്റെ ഒരു ഇത്. അപ്പൊ എനിക്ക് വിനീത് ശ്രീനിവാസന്റെ സൗണ്ട് ആയിട്ടല്ല എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നത്. എനിക്ക് എപ്പോഴും വിധു പ്രതാപാണ് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോ തന്നെ. കാരണം ആദ്യ കാലഘട്ടത്തിലുള്ള എല്ലാ പടത്തിലും വിധു പ്രതാപിന്റെ സൗണ്ടാണ് അവർ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഒരു പാട്ട് പറഞ്ഞു തന്നെ. മറ്റേ ഇത് പെട്ടെന്ന് പറയാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ല. വെയിറ്റ്. വിധു പ്രതാപ് ഏത് സിനിമയിലാണ് വിനീത് ശ്രീനിവാസന് വേണ്ടി പാടിയെ? പുള്ളിയുടെ ഫസ്റ്റ് സിനിമയൊക്കെ സൈക്കിളും മറ്റേ അങ്ങനത്തെ പടമൊക്കെ, അതിന്റെ അകത്തെല്ലാം വിനീത് ശ്രീനിവാസൻ തന്നെയാ പാടിയെ. മറ്റേ പുതിയൊരീണം നെഞ്ചിരുണർത്തി, അതെല്ലാം പുള്ളി തന്നെയാ പാടിയിട്ടുള്ളത്. അതും വേറെ ഏതാണ് ഞാൻ പറയാം, എനിക്കിപ്പോ പെട്ടെന്ന് പറയാൻ പറയുമ്പോഴത്തേനും എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല. പക്ഷെ എനിക്കെപ്പോഴും വിധു പ്രതാപിന്റെ സൗണ്ടാണ് എനിക്ക് എപ്പോഴും വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പോഴത്തേനും ഓർമ്മ വരുന്നത്. വിധു പ്രതാപ് എന്ന് പറയുമ്പോഴേ എനിക്ക് വിനീത് ശ്രീനിവാസനെയാണ് വരുന്നത് തിരിച്ചും. എനിക്ക് വിധു പ്രതാപ് എന്ന് പറയുമ്പോ അല്ലു അർജുൻ അല്ലാതെ വേറെ ആരെയും ഓർമ്മ വരാറില്ല. എനിക്ക് അല്ലു അർജുൻ തന്നെ അത് ഭയങ്കര കഷ്ടമാണ് സത്യം പറയാന്. അല്ലു അർജുൻ ഉള്ളത് കൊണ്ട് മാത്രം കഞ്ഞി കുടിച്ചു പോയ ഒരു വ്യക്തിയാണെന്നൊക്കെ പറയാറുണ്ട്. എന്താണേലും എനിക്ക് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുമ്പം വിനീത് ശ്രീനിവാസന് വേണ്ടി ശ്രീനിവാസൻ പാടിയാൽ നന്നായിരുന്നു എന്ന് നന്നായിരിക്കും. ശ്രീനിവാസൻ വെച്ചിരുന്നേ അങ്ങനെ പറയാം. ഒരു വെറൈറ്റി ആയത്. ഞാൻ ആക്ച്വലി ശ്രീനിവാസനെ ആദ്യം ഓർത്തതാണ്, പിന്നെ അത് ഇച്ചിരി ഈസി ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് വേണ്ടത് വെച്ച്. അപ്പൊ അങ്ങനെ അടുത്ത കറക്കണോ, അതോ നിങ്ങൾക്ക് ആരും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടോ പറയാനായിട്ട് വിനീത് ശ്രീനിവാസന് വേണ്ടി? ആർക്കൊന്നുമില്ലേ? വിനീത് ശ്രീനിവാസൻ തന്നെ എന്നാണ്. ഓക്കെ, ശ്രീനിവാസന് വിനീത് ശ്രീനിവാസൻ തന്നെ ആയിരുന്നു. അത് UDC കുമാരിയുടെ ഓരോ എടുത്തിയാട്ടങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. വിധു പ്രതാപ് ഒറ്റൊരു പാട്ട് പറയുന്നില്ല. അല്ല, പാടിയ കൊള്ളാമായിരുന്നു എന്നാണ് അവളുടെ ആഗ്രഹം. പാടിയിട്ടുണ്ടോന്ന് നമുക്ക് അറിഞ്ഞൂടാ, പക്ഷെ എന്താണ് അതെന്താണിത് അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ? അങ്ങനെ പറയാൻ പറ്റില്ലേ? ഞാൻ അങ്ങനെ പറയാൻ വേണ്ടി ടൈലിസ്റ്റിന് പകുതി മുക്കാലും ഇരിക്കുന്നത്. എനിക്കറിയാൻ പാടില്ല ഇവരൊക്കെ പാടിയിട്ടുണ്ടോന്നൊക്കെ. എന്താണേലും അടുത്ത കറക്കാം. ഓക്കെ, അടുത്ത ആരാണ് വരുന്നത് നോക്കട്ടെ. ഈസി. ശോഭന. ശോഭനായിരുന്നു. ഓക്കെ. ഷീലയായിരുന്നു. ഞാനിട്ടത് എനിക്കെന്നെ കിട്ടി. ശോഭന. ഞാനിപ്പോ ആണോ? സോറി, ഞാനത് ഓർത്ത ശോഭനെന്ന് കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് എന്താണ് ഷീലയിൽ നിൽക്കുന്നത്. ഓക്കെ, ശോഭന എനിക്ക് ചിത്ര ചേച്ചി ആയിരിക്കും. ഞാൻ ആക്ച്വലി എനിക്ക് ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്, ചിത്ര ചേച്ചി വേണോ അതോ നമ്മുടെ എന്താണ് ശ്വേത മോഹന്റെ മമ്മി വേണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓർത്തു ചിത്ര ചേച്ചി തന്നെ പോട്ടെ എന്ന് ഓർത്തു. ഒത്തിരി പാട്ടുകളുണ്ടല്ലോ, നമുക്ക് അങ്ങനെ ഇന്ന പാട്ടെന്ന് പറയാൻ ആവശ്യമില്ലല്ലോ. എന്നാ പിന്നെ ഞാൻ അതിന് ശ്വേതാ മോഹന്റെ മമ്മിയുടെ പേര് പറയാം. താങ്ക് യു, എടുത്തു തന്നതിന് വളരെ നന്ദി. അടുത്ത ചോയ്സ് പറഞ്ഞു. അതെ, ശോഭന. ശോഭനക്ക് ചിത്രേ ചേരൂ എന്റെ അഭിപ്രായം. ചിത്ര അല്ല, മറ്റേത് നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അവര് പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ല, പാടിയിട്ടുണ്ടാവും. ഒത്തിരി കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയില, അത് അവരല്ലേ പാടിയേ? സുജാതയല്ലേ പാടിയേ? അതെ, അത് നല്ല പാട്ടല്ലേ അത്. ശോഭനയ്ക്ക് പഴയ കുറെ പാട്ടുകാരികളുടെ ജാനകി ഇപ്പം ഓലത്തുമ്പത്തിരുന്ന്
അപ്പൊ ആ ജാനകി പക്ഷെ അതും ചേരും കേട്ടോ. ശരിയാ ശരി അതും പക്ഷെ ചേരും ചേരും. കുഴപ്പമില്ലെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് എപ്പോഴും ഉണ്ടല്ലോ ശോഭന എന്ന് പറയുമ്പോൾ ശോഭനയുടെ ആ ഒരു മിന്നാരം ടൈമാണ് എന്റെ മനസ്സിൽ എപ്പോഴും വരുന്നത്. അപ്പം മിന്നാരത്തിലൊക്കെ ചിത്രയാണല്ലോ പാടിയിരിക്കുന്നതൊക്കെ. അപ്പം അതുകൊണ്ടാണ് ചിത്ര എടുത്തത്. കുറച്ചുകൂടെ ഒരു ആപ്റ്റ് ആണ്. എനിക്കൊന്ന് കുറേ കൂടെ പാടിയിട്ടുള്ളതും ചിത്ര തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചിത്ര ചേച്ചിയാണ് ബെസ്റ്റ് ഫോർ ശോഭന ഇൻ മൈ മനസ്. ഓക്കെ, അപ്പം അടുത്ത കറക്കണം. കറക്കൂ. ആരാണോ ഇത്? രംഭ 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 കമോൺ രംഭ റംഭ. രംഭ. Oh നൈസ്. my god. രംഭയ്ക്ക് പറ്റിയ പാട്ടുകാരി റിമി ടോമി. ഒരു പാട്ടുകൂടെ പറയാവോ റിമിറ്റമ്മയുടെ? അയ്യോ, ഈ സിംഗക്കുട്ട ആരുടെ പാട്ടാ? അത് വേറെ ആരുണ്ടല്ലേ? അത് കുട്ട സുജാത. സുജാത. സുജാതയാണോ? മയിലാട്ടത്തിലെ പാട്ടാരാ പാടിയേ? മാട്ടുപട്ടിയോ? ആ അല്ലല്ല, അത് വേറെ. മയിലാട്ടത്തിലെ പാട്ട് ഏതാ? എന്താ മറ്റേ മഴയിലെ അതല്ലേ ആ പാട്ടല്ല, മയിലാട്ടത്തിലെ പാട്ട്? മറ്റേ വേറൊരു പാട്ടുണ്ടല്ലോ. അതേത് പാട്ടാ? എന്താ മാമൻ മച്ചാന്ന് പറഞ്ഞിട്ടൊരു സാധനം, മനസ്സ് മട്ടുപട്ടി. ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. മാമ മച്ചാ മനസ്സ് വെച്ച അത് 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 ആണിന്റെ ചിത്രായിര. ഓ ദൈവമേ, ഈ ആവശ്യമില്ലാത്തവരൊക്കെ എന്താണേലും രംഭ പാടിയ രംഭയ്ക്ക് റിമി ടോമി ആണെങ്കിൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. രംഭയുടെ എനർജിക്ക് റിമി പക്ഷെ ടോമി മാമഴയിലെ ചെറുത്. ആരടി പാടിയത്? മാമഴയിലെ സുജാത ആയിരിക്കാനാണ് ചാൻസ്. ഉം. എന്റെ മനസ്സിലത് റിമിറ്റോമി പോലെയായിരുന്നു. അത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആ അതല്ലേ, അതാ ഞാൻ പറഞ്ഞു. റിമിറ്റോമി പോലെ ഉണ്ടത്. സുജാത. അതുപോലെ മറ്റേ സുജാതയാണോ? മറ്റേ ഈ സ്വയംവര ചന്ദ്രിക അതിനകത്ത് കുറെ പാട്ടില്ലേ? എന്താണ്? അതും സുജാത. അതല്ല സുജാതയാണ്. അപ്പൊ അല്ല, സുജാതയാണോ? ചിത്രായരാണ് ചുണ്ടത്ത് ചെത്തിപ്പൂ. ചുണ്ടത്ത് ചെത്തിപ്പൂ വേറെ ഒരു സിനിമയിലാണ് രംഭ അഭിനയിച്ചിട്ടുള്ളത്. ഓ, വേറെ ഒരു സിനിമയുണ്ട് കേട്ടോ. നമ്മുടെ പഴയ ഒരു സിനിമയുണ്ട്. രംഭയാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സിനിമയുണ്ട്. ആ അനുരാഗ് സിംഗത്തിന്റെ കണ്ണാടി ആദ്യമായൻ എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട് അതിനകത്തില്. അതാരാണ്? എന്റെ ചിത്രയാണ് അത് പാടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. രംഭ ഇപ്പൊ അഭിനയിച്ചിട്ടുള്ളത് പായുംപുലി, കൊച്ചി രാജാവ്, പിന്നെന്താണ് ക്രോണിക് ബാച്ചിലർ, പിന്നെന്താണ് മറ്റേ എന്തോ കബഡിയോ അങ്ങനെ ഏതാണ്ട് സാധനത്തില് ഡബിൾ റോൾ ആയിട്ട് ഏതാണ്ട് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ പടമുണ്ട്. അങ്ങനെയൊക്കെ പടമുണ്ട്, കണ്ടിരിക്കണം. മുകേഷ് ജിയും കലാഭവൻ മണിയും കൂടെ ഉള്ള പടമാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ സരോജി പറഞ്ഞില്ലല്ലോ രംഭയുടെ. സരോജിയുടെ ഇതൊക്കെ ചോയ്സ് എന്താണ്? ഇട്ടേനാണ് ഞാൻ രണ്ടെണ്ണം പറയേണ്ടി. ആക്ട്രസിന്റെ ശോഭ ഊർവശിനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ രംഭേനെയൊക്കെ പറഞ്ഞ സിനിമ പോലെ എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല. പക്ഷെ എനിക്ക് എപ്പോഴും നമുക്ക് രംഭ അറിയാവുന്ന സിനിമകളുണ്ടല്ലോ. ഇപ്പൊ നീ രംഭ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് അറിയാവുന്ന സിനിമകളല്ലേ. പുള്ളിക്കാരി അറിയാത്ത ആൾക്കാരൊന്നും അല്ലല്ലോ. അല്ല എന്നാലും എനിവേസ് യെസ്, അടുത്ത കറക്കണം. ഓക്കെ, ഇതിനകത്തില് സ്ത്രീജനങ്ങളെല്ലാം പോയല്ലോ. ബിഗ് ബികളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ടല്ലോ. ഇല്ല, സമൃദ്ധാസുനിലുണ്ട്. ആണോ? ഷീലയുണ്ട്, സമൃദ്ധാസുനുണ്ട്, കാവ്യ മാധവനുണ്ട്. ഓ, ഷീല ഉണ്ടെന്ന് പറഞ്ഞു. തീർന്നു കിട്ടി. ഞാനാണോ ശരി? കുറച്ച് പഴയ പാട്ടുകാരികളുടെ പേര് ലിസ്റ്റ് ചെയ്താൽ മതി എങ്കിൽ പറയാം. എനിക്കല്ലാതെ ഷീലയുടെ സ്പെസിഫിക് ആയിട്ട് പറയാൻ. അല്ല, ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി. ഇപ്പൊ റിമി ടോമി രംഭയും തമ്മിൽ പാട്ട് പാടിയിട്ടുണ്ടോന്ന് പോലും അറിഞ്ഞൂടല്ലോ. എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ പറഞ്ഞാൽ മതി. എന്നാ വാണി ജയറാം നമ്മുടെ ഇഷ്ടം. ഓ, വാണി ജയറാം. ഓ, ഓക്കെ. കൊള്ളാം. ഒരു ഞാൻ എന്റെ പി സുശീല, പി ലീലയൊക്കെ ആയിരുന്നു എന്റെ ഒരു ഇത്. എനിക്ക് വല്ല എസ് ജാനകിയോ അങ്ങനെ ആരെങ്കിലും. ജാനകിയമ്മയാണ് എന്റെ മനസ്സിൽ ടോപ്പ്. കാരണം ജാനകിയമ്മ ആയിരിക്കും കൂടുതലും പാടിയിട്ടുണ്ടാവാൻ ചാൻസ്. ബാക്കി എല്ലാവരും കോമള എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരി. എനിക്കറിയില്ല, സോറി. പഴയ പാട്ട് കേൾക്കുമെങ്കിലും കോമള എന്ന് പറയുന്ന ഒരു പാട്ടുകാരിയെ എനിക്ക് ഓർമ്മയില്ല, സോറി. അപ്പം എന്നാ പിന്നെ അടുത്ത ഇറക്കാം. പിന്നല്ലാതെ കിടക്കോളൂ. ഓക്കെ,
ഓ, സമൃദ്ധ സുനിൽ. എനിക്കെന്തായാലും ഇങ്ങനെ സമ്രദാസുനിൽ നോക്കട്ടെ. സമ്രദാസുനില് മറ്റേ ശ്വേതാമോഹൻ ശ്വേതാമോഹൻ അത്യാവശ്യം ഡീസന്റ് ആയിരിക്കുമെന്ന് പക്ഷെ തോന്നുന്നു. ശ്വേതാമോഹൻ ഓൾറെഡി ശ്വേതമോഹൻ പറഞ്ഞു. പറഞ്ഞല്ലേ? സോറി ആണോ? അളിയ, എന്നാ സുജാത സുജാത പറഞ്ഞതാ. സുജാത പറഞ്ഞു. സുജാത ആരാ പറഞ്ഞേ? സുജാത വേറെന്തിനാ പറഞ്ഞു? വേറെ ഏതോ ഒരെണ്ണത്തില് പറഞ്ഞായിരുന്നു തോന്നുന്നു. ആർക്കായിരുന്നു ഇല്ലില്ല, അത് പറഞ്ഞത്? നമ്മള് മെൻഷൻ ചെയ്തയാ. ഇല്ലില്ല, നമ്മള് പറഞ്ഞിട്ടില്ല. നമ്മള് അമ്മയായിരിക്കും ആണെങ്കിൽ കൊള്ളാമെന്ന് മെൻഷൻ അല്ലല്ല, ചെയ്തയാ, നമ്മള് അല്ല പറഞ്ഞിട്ടില്ല. അല്ല 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 നമ്മൾ അത് പറഞ്ഞായിരുന്നു. പറഞ്ഞു. അത് നമ്മുടെ UDC കുമാരിയാണ് പറഞ്ഞത്. ശ്വേതാമോഹന്റെ മമ്മി ആണെങ്കിൽ കൊള്ളാം എന്ന് പറഞ്ഞു. അല്ല, അത് നമ്മള് ശോഭനക്ക് ചിത്രയാ പറഞ്ഞത്. അത് പറഞ്ഞാലല്ല ശോഭന പറഞ്ഞു. ചിത്ര. അത്ര ഉള്ള. ഇപ്പൊ വേറെ കണ്ടുപിടിക്കട്ടെ. പറ, നീ കണ്ടുപിടി. നീയല്ലേ ഇതൊക്കെ കൊണ്ടുവന്നത്? എന്നെ നിങ്ങളെല്ലാരും കൂടെ പറയൂ, വേറെ പറയൂ. എന്റെ മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് സിംഗേഴ്സ് ഒന്നും വരുന്നില്ല. നിങ്ങൾ അങ്ങനെ വല്ലതും പിച്ചിങ് ചെയ്താൽ ഞാൻ അങ്ങനെ പറയാൻ പറഞ്ഞാല് വരുന്നു. സിംഗേഴ്സിന്റെ പേരുകൾ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൽ നിന്ന് നിനക്ക് തോന്നിയ സിംഗർ വേണമെങ്കിൽ എടുത്തു. ഇപ്പൊ ചിത്ര പറഞ്ഞു, സുജാത പറഞ്ഞു, ശ്രേയ ഘോഷാൽ പറഞ്ഞു, ശ്വേതാ മോഹൻ പറഞ്ഞു, മഞ്ജരി പറഞ്ഞു. മഞ്ജരി പറഞ്ഞു. ആ, പറഞ്ഞു നിത്യാമേനോൻ. പറഞ്ഞു. മഞ്ജരി പറഞ്ഞില്ല. അല്ലല്ല, ചിത്ത മഞ്ജരി പറഞ്ഞില്ല. മഞ്ജരി പറഞ്ഞില്ല. ഓക്കെ, എന്റെ ചോയ്സ് എന്നാ ആയിരുന്നു. എന്നാ മഞ്ജരി. മഞ്ജരി. മഞ്ജരിയോ? മഞ്ജരിയോ മഞ്ജരി പാടിയിട്ടുണ്ട്. മഞ്ജരിയോ മഞ്ജരി സിത്താരയോ? സിത്താരയോ സിത്താര പാടിയിട്ടുണ്ടോ? താര പാടിയിട്ടില്ല. അതിനേക്കാളും മഞ്ജരിക്കായിരിക്കും ചാൻസ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു. എന്നാ മഞ്ജരി കൊള്ളാം. ഫിക്സ്. അത് റിമിറ്റോമി ആ അല്ല, റിമി ടോമി പറഞ്ഞു, രംഭയ്ക്ക് പറഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഒരു 5 പാട്ടുകാരിയുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ആകെ ഇതുവരെ 3 പാട്ടുകാരികളെ എടുത്തിട്ടുള്ളൂ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പക്ഷെ ഇവരുടെയൊക്കെ പേരുകൾ അല്ല, പെണ്ണുങ്ങള് ഈ ലിസ്റ്റിൽ കുറച്ച് പേരുണ്ടായിരുന്നല്ലോ. അപ്പം എന്താണ് അതിന്റെ ഒരു 4 പറഞ്ഞു കാണുമായിരിക്കും. നിത്യാമേനോൻ ഉണ്ടായിരുന്നു, നമ്മള് സമൃദ്ധ ഉണ്ടായിരുന്നു. നമ്മള് മഞ്ജരിയില് ഉറപ്പിക്കുന്നു. ഓക്കെ, മഞ്ജരി. ഉം. ഓക്കെ, വേറെ ആർക്കെങ്കിലും? വേറെ ആർക്കും ഒന്നും പറയാൻ. അല്ല, ആക്ച്വലി ഉണ്ടല്ലോ, എന്താണ്, ഇവർക്ക് വേണ്ടി എനിക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു പാടിയിട്ടുള്ളത് ശ്വേതാമോഹൻ തന്നെ ആയിരുന്നു. കാരണം ആ, മറ്റേ അതാണ് പ്രശ്നം. മധുര അത് ശ്വേതാമോഹൻ ആയിരുന്നു. പിന്നെ അതുപോലെ തൊട്ടുരുമിക്കാൻ കൊതിയായി ആ സാധനം മമ്മി മോഹനാണ് പാടിയത്. സുജാത മോഹനാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ മുഖത്തിന് പറ്റിയത് മമ്മിയൻ മോളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ, അവർ രണ്ടുപേരും ആണ്. അതാണ് ഞാൻ ആദ്യം അവരുടെ രണ്ടുപേരുടെ ഞാൻ സുജാത പറഞ്ഞിട്ടില്ലെന്നാ വിചാരിച്ചേ. എനിക്ക് കാവ്യമാധവന് വൈക്കം വിജയലക്ഷ്മി പാടിയാൽ കൊള്ളാവുന്നൊരു അഭിപ്രായമുണ്ട്. നന്നായിരിക്കും അവരുടെ രണ്ടുപേരുടെയും ഒരു സൗണ്ടിലൊക്കെ. കാവ്യമാധവൻ സ്പിൻ അടിച്ചില്ലല്ലോ. കാവ്യമാധവനല്ലേ പിന്നെ ആർക്ക്? ഇതിപ്പോ ഇവിടെ കിടക്കുന്നേ ഉള്ളൂ. എന്താന്നടാ നീ എന്താണ് മകൻ നമ്മളെ രാവിലെ കഴിച്ചേ? സമൃദ്ധസുനിലിന്റെ കാര്യമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. വെറുതെ അല്ല, കിളി പോയടാ കുട്ട. ഒരു നിമിഷം പകച്ചുപോയി എന്റെ ബാല്യം. കാവ്യമാധവൻ കൊള്ളാം, വൈക്കം വിജയലക്ഷ്മി പാടിയാ മതിയെന്ന്. അയ്യോ, പറഞ്ഞു പോയല്ലോ. ഇനിയിപ്പോ എന്തായാലും സാരമില്ല, സ്പിൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ആറുക വരുന്നേ നോക്കാം. കാവ്യമാധവൻ വരുവാണെങ്കിൽ ദൈവമേ, കാവ്യമതം വരല്ലേ. വന്ന് എനിക്കറിയില്ല ഇത് പറയൂ. കാവ്യമാധവന് വേണ്ടി വേറെ ആൾക്കാർ പാടിയിട്ടുണ്ടോന്ന് പോലും എനിക്കറിയാം. മീൻ ചിത്ര പാടിയിട്ടുണ്ടാവും, ശ്വേത മേനോൻ പാടിയിട്ടുണ്ടാവും, മറ്റേ സുജാത പാടിയിട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം എടുത്തു എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. റിമി ടോമിയെ പിന്നെയും പറയാം, പക്ഷെ റിമി ടോമിയും പറഞ്ഞല്ലോ. ജോത്സ്ന പാടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ജോത്സ്ന പാടിയിട്ടുണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ജ്യോത്സ്ന, കാവ്യമാധവൻ ഈ റൺവേക്കകത്തോ വല്ല പാട്ട് പാടിയിട്ടുണ്ടോ?
മീശ മാധവന് വല്ലതും പാടിയിട്ടുണ്ടോ? അതെല്ലാം മീശവാദനിലെ എല്ലാ പാട്ടും ചിത്രയുടെ അല്ലേ? ചിത്രയല്ല, സുജാതയുടെ അല്ലേ? വിശ്വനാഥനിലെ മറ്റേ പാട്ട് പാടിയത് ജോൺസനാടെ പുള്ളിക്കാരിയാണ്. ഇല്ലേ? സുജാതയാണ് അത് അല്ല. പക്ഷേ എന്റെ എല്ലാം അല്ല സുജാതയാണ്. കരിമിഴിക്കുരുവി സുജാതയാണ്. പിന്നെ ആ, ചിങ്ങമാസം റിമി ടോമിയാണ്. പിന്നെ പിന്നെ സുജാത മോഹനാണ് കരിമിഴിക്കുരുവി. അപ്പൊ മൊത്തത്തിൽ എല്ലാം സുജാതയാണ്. എന്റെ മനസ്സിൽ ഇപ്പോഴും സുജാതയാണ് ഫോർ കാവ്യം. എനിക്ക് തോന്നുന്നില്ല സുജാത നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്ന്. സുജാത ആ ആയിരിക്കും കറക്റ്റ്. പറഞ്ഞിട്ടുണ്ട്. അയ്യോ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജോത്സന പാടിയിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. അതാണ്. ഇല്ല ജോത്സനെങ്കിൽ ആര് ജോത്സന. പറഞ്ഞു? ഇല്ല ഏ? ആര് പറഞ്ഞു എന്ന് പറഞ്ഞ പാട്ട് മറ്റേ ബേണി ഇഗ്നിഷ്യസ് ബേണി അതാരാ അതാ ആരുടെ അത് ഇതാന്നറിയോ? പാട്ട് എസ് പാടിയാന്നറിയാവോ? ജാനകി. എ ആർ എസ് റഹ്മാൻ ജാനകി. എന്നൊക്കെ കാണിക്കുന്നു. എ ആർ റഹ്മാൻ എന്ന് എനിക്ക് കാണിക്കുന്നു. സംശയം. എ ആർ റഹ്മാൻ ഉണ്ട്, ജയചന്ദ്രൻ എന്നാണ് ആര് പറഞ്ഞവനിട്ടിരിക്കുന്നത്. എനിക്ക് ജയചന്ദ്രൻ പാടി. എ ആർ റഹ്മാൻ മ്യൂസിക് ചിത്രയാണ് ആയിരുന്നു. ആര് പറഞ്ഞു. ഉം. ആര് പറഞ്ഞു? ചേച്ചിയാണ്. ഓക്കെ. സോ അതൊരു വിയേർഡ് ചോയ്സ് ആയിപ്പോയി. കാരണം കാവ്യമാധവൻ ഒത്തിരി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ചോയ്സ് ഓഫ് സിംഗേഴ്സ് ഭയങ്കര കുറവായിരുന്നു. വേണമെങ്കിൽ ഇവരെ പറയായിരുന്നു. മറ്റേ നമ്മൾ ആദ്യം പറഞ്ഞ മറ്റേ എന്താണ്, അയ്യോ എന്താ ആരാ? നമ്മുടെ ഹിന്ദി മറ്റേ ബംഗാളി ശ്രേയ പാട്ടുകാരി ഘോഷാലോ? ശ്രേയ ഘോഷാല് പറയാമായിരുന്നു വേണമെങ്കിൽ. ബട്ട് ഇവരെ പറയാം. ഇത് എന്താണ്, നമ്മുടെ മുമ്പേ പറഞ്ഞ ആളായ സിത്താര. ഓക്കെ. സിത്താര ഏത് പാട്ടാ പാടിയത്? എനിക്ക് തോന്നുന്നു ജോൽസിനേക്കാളും മുഖത്തിന് ചേരുന്ന സിത്താരയായിരിക്കും. ഇനിയിപ്പൊ അങ്ങനെ ഇടാൻ പറ്റും. കാരണം ബാക്കി എല്ലാരും പോയതുകൊണ്ട്. ഓക്കെ. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. നമുക്ക് സ്പിൻ ചെയ്താലോ? സ്പിൻ ചെയ്യാം തീർച്ചയായും. ഇനി ഇനിയിപ്പോ ആരൊക്കെയുള്ള ആകെ മോഹൻലാൽ, 3 മമ്മൂട്ടി, ഉള്ളല്ലേ? ദിലീപ്. ഇനിയിപ്പോ ബിഗ് 3 പേരേ ഉള്ളൂ. ബിഗ് ബീസ്റ്റ് ബിഗ് ആണ്. ബൾക്ക്. ഇനിയിപ്പോ ഉള്ള എളുപ്പമാണ്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റും. മേമേ ലാലേട്ടൻ വല്ല വന്നാ മതിയായിരുന്നേ. ഓ ലാലേട്ടൻ. Yes. ലാലേട്ടന്റെ നമ്മള് കാര്യത്തിൽ ഈ obvious പറയാനുള്ള ഓപ്ഷൻ choice നേരത്തെ എടുത്ത് കളയേണ്ടിയായിരുന്നു. സ്വന്തം MG ശ്രീകുമാർ ലാലേട്ടൻ കോംബോ ആണ്. എനിക്ക് മോഹൻലാൽ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ MG ശ്രീകുമാറാണ് വരുന്നത്. അപ്പം ആക്ച്വലി അതെ, ലാലേട്ടനും യേശുദാസ് കോംബോ ആണെങ്കിലും നല്ലതാണ്. നല്ലതാണ്. അതെ അതെ. ഇല്ല പക്ഷെ എം ജി കാര്യം ശ്രീകുമാറിന്റെ അത്ര അവരാണ് മറ്റേ വരത്തില്ല. ഹരിമുരളീരവം. പിന്നെ എനിക്ക് വടക്കുന്നാഥനിലെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ ഗംഗേ എന്ന് പറഞ്ഞിട്ടുള്ള ഐറ്റം. അപ്പം അതുകൊണ്ട് പക്ഷെ അല്ല തന്നെയാണ് അത് അതിനേക്കാളും ഒക്കെ മാത്രമല്ല, നല്ലതല്ലേ നമ്മുടെ ഇതിലും കള്ളിപ്പൂങ്കുയിലെ ഉണ്ട് മറ്റേ എന്താ മൂവന്തി ചിത്രത്തിനകത്തില്. താഴ്വരയിൽ. ആ അത് അല്ല, പുള്ളിയല്ലേ? ചിത്രത്തിനകത്തിൽ ഒരുപാട് എന്തുണ്ട്, എം ജി ശ്രീകുമാർ ഉണ്ട് അതിനകത്തിൽ. പക്ഷെ അതിനകത്തിൽ യേശുദാസും പാടിയിട്ടുണ്ടെന്നാണ് എന്റെ ഒരു കറക്റ്റ് തെറ്റില്ലെങ്കിൽ ഒരു വിശ്വാസം. കാരണം ചിത്രത്തിന്റെ രണ്ടാമത്തത് അകത്ത് മറ്റേ ചിത്രത്തിന്റെ അകത്ത് ഇത് പാട്ട് സ്വാമിനാഥ MG ആണ്. സ്വാമിനാഥൻ MG ദൂരക്കിഴക്കൊതിക്കും ആയിരുന്നു. ആരാണ് പാടിയത്? അതും MG ആണെന്ന് തോന്നുന്നു. അത് അതെനിക്ക് ഓർമ്മയില്ല. നോക്കട്ടെ, ചിത്രം നോക്കാം. ചിത്രം. Yes. പറയൂ. ഞാൻ ലാലേട്ടനെ MG ശ്രീകുമാർ പറഞ്ഞു. അപ്പം ആരാണ് ഇനിയിപ്പം അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട്? നഗുമോയാണ് ഞാൻ ഉദ്ദേശിച്ചത്. നഗുമോ MGയും MG ആണ്. നെയ്യാറ്റിൻകര വസുദേവൻ നായരുമാണ് പാടിയത്. ചിത്രത്തിലെ മിക്ക പാട്ടും പുള്ളിയാണ്. യേശുദാസ് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ മറ്റേ ഇത് ഹരികൃഷ്ണൻസില് പാടിയിട്ടുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ പടകാളി ആക്ച്വലി ഞാൻ ഇച്ചിരി സർപ്രൈസ്ഡ് ആയിരുന്നു. കാരണം പടകാളിയില് ലാലേട്ടന് വോയിസ് ചെയ്തിരിക്കുന്നത് എന്താണ്, നമ്മുടെ യേശുദാസ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി ദേർ. അപ്പം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ലാലേട്ടനെ പറ്റിയ ചോയ്സ് എന്താണ്? ലാലേട്ടന് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ചോയ്സ് എന്നൊക്കെ പറഞ്ഞാൽ യേശുദാസ് ആണ്. യേശുദാസ് നമ്മൾ പറഞ്ഞു. അല്ലാതെ
അല്ലാതെ വേറെ ആരാ ഉള്ളേ? ജയചന്ദ്രന് ചേരുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം നമ്മുടെ ഇതുണ്ടല്ലോ, എന്താണ്, ജയചന്ദ്രൻ പാടിയിട്ടുണ്ട് ലാലേട്ടന് വേണ്ടി ആക്ച്വലി. പക്ഷെ അത് ഏത് പാട്ടാണ് ഇന്നാളല്ലേ, എനിക്ക് ആക്ച്വലി നമ്മുടെ കെ പിയോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. കെ പി ഇന്നാളിൽ എന്നോട് പറഞ്ഞതായിരുന്നു, ലാലേട്ടന് വേണ്ടി ബിഗ് ബ്രദറിൽ ആരോ പാടിയിട്ട് നല്ല കൂറയായിരുന്നു. ഇന്നേ ദിവസം വരെ ലാലേട്ടന് ചേരാത്തൊരു സൗണ്ട് ഞാൻ കേട്ടിട്ടേ ഇല്ല. അതെല്ലാരും കേൾക്കേണ്ട സൗണ്ടാണ്. ഞാൻ ഇപ്പൊ പറയാറാണ്. ഒരു ഹിന്ദി സിംഗറാ അത്. അമിത് ത്രിവേദിയാന്ന് തോന്നുന്നു. അങ്ങനത്തെ എന്തോ പുള്ളിയാണ്. മറ്റേ കണ്ടോ കണ്ടോ പാടിയതാണോ? കണ്ടോ കണ്ടോ ആരാ പാടിയത്? ആരാണ് കണ്ടോ കണ്ടോ പാടിയത്? കണ്ടോ കണ്ടോ ആ കണ്ടോ കണ്ടോ അല്ല, പിന്നെ ഏത് കണ്ടോ കണ്ടോ? പിന്നെ ഏത് കണ്ടോ കണ്ടോ? ബിഗ് ബ്രദറിലെ കണ്ടോ കണ്ടോ. ബിഗ് ബ്രദർ. ആ കണ്ടോ കണ്ടോടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. യെസ് യെസ് യെസ്, അമിത് ത്രിവേദിയാണ്. അമിത് ത്രിവേദി. കൊമ്പിൽ ഊഞ്ഞാലിക്കട്ട ഞാൻ. എന്തൊരു ഓക്വേർഡ് ചോയ്സ് ആയിരുന്നറിയാ പാട്ട്. എന്തൊരു വിയേർഡ് ആ ആയിരുന്നു. ലാലേട്ടൻ ആ സിനിമയാണ് ആദ്യത്തെ ഓക്കോട്ട് ചോയ്സ്. സിനിമ കമ്മിറ്റ് ചെയ്യല്ലായിരുന്നു. അല്ല, ആ പാട്ട് പാട്ടൊക്കെ ഭയങ്കര, കേട്ടില്ലേ? അമിത് ത്രിവേദി എന്ന് പറഞ്ഞ പാട്ടുണ്ട്. പാട്ടുകാരും നല്ലതാണ്, പാട്ടും നല്ലതാണ്. ലാലേട്ടൻ അഭിനയിച്ചതും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഭയങ്കര ഓക്കോർഡായിരുന്നു. ഞങ്ങളത് കഴിഞ്ഞ ദിവസം എപ്പോഴും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു അതിനെ കുറിച്ച്. അത് ഇച്ചിരി ഒരു ഓക്കോർഡ് കാര്യമായിരുന്നു. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്താണ് ലാലേട്ടന് ചേരുന്നവരായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? അതെന്ന് പറഞ്ഞാലേ MG ശ്രീകുമാർ ടു ഗുഡാണ്. അപ്പൊ നമുക്ക് വേറെ ആരും ചിന്തിക്കാൻ പോലും അവസരം തരാൻ പാടില്ല ശരിക്കും. പുതിയ പിള്ളേരിൽ ആരെങ്കിലും പറയാനുണ്ടോ? ഐ മീൻ വിനീത് ശ്രീനിവാസനൊക്കെ പാടിയിട്ടുണ്ടോന്ന് തന്നെ എനിക്ക് അറിയില്ല. ഇല്ല, പുതിയ വിനീത് ശ്രീനിവാസൻ പാടിയിട്ടുണ്ട് ഇതിന്റെ അകത്ത്. എന്താണ് മറ്റേ പാട്ടെന്താ? കരള അല്ല അല്ല അല്ല, ആ കരളേ കരളേ. പക്ഷെ ഇത് അത് ശ്രീനിവാസന് വേണ്ടിയാ. പാടിയത് അത് വിനീത് ശ്രീനിവാസനാ പാടിയത്. അത് യേശുദാസാ. യേശുദാസാ പാടിയത്. ഏത്? പറയാതെ ഓ, ആ പറയാതെ. ഓ, ഞാൻ കരളേ കരളയാണ്. വിനീത് ശ്രീനിവാസൻ ലാലേട്ടന് വേണ്ടി മറ്റേ കല്ലായിപ്പുഴ ഒരു വമ്പത്തി പാടിയിട്ടുണ്ട്. തീർച്ചയായും. ഓക്കെ, എന്നാ പിന്നെ അടുത്തത് സ്പിൻ ചെയ്യട്ടെ. ചെയ്യാം. ഓക്കെ, ഓ ചേച്ചി പറയൂ. എന്റെ ദിലീപിനെ ഞാൻ ദിലീപിനെ അഡ്രസ് ചെയ്യൂ എപ്പോഴും. ദിലീപിന് ഉദിത് നാരായൺ. ഓക്കെ, എന്നാ പിന്നെ ലാസ്റ്റ് ഉള്ളത് മമ്മൂട്ടിയുടെ ഇതാണ്. അതിനിപ്പം കറക്കണോ അതോ ഇനി ആരാന്ന് വെച്ചാ പറയുന്നത്? ചുമ്മാ ഒന്ന് കറക്കിയാലേ. ഓക്കെ ഓക്കെ, എന്നാ കറക്കാം. കറക്കാൻ പറ്റുമോ അവസാനത്തെ ആളെ? കറക്കാം. പറ്റുമോ? എന്തിനാണാവോ? അൺപ്രഡിക്റ്റബിൾ പറഞ്ഞോളൂ, ആരാണ് പറയാനുള്ളത്? നമ്മളിനി പറയാനുള്ളത് വേണുഗോപാലും ജയചന്ദ്രനും മാത്രമല്ലേ ഉള്ളൂ ഇനി പറയാത്തെ. അതെ അതെ. അപ്പം ഞാൻ ജയചന്ദ്രൻ പറഞ്ഞു. എന്റെ ഒരു ഇതില് യേശുദാസ് തന്നെയാണ് ബെസ്റ്റ്. ഒരു കോമ്പറ്റീഷൻ പോലും ഇല്ല ശരിക്കും. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ജയറാമിന്റെ വന്നപ്പോ യേശുദാസിനെ എടുത്ത് പറഞ്ഞത്. മമ്മൂട്ടിക്ക് യേശുദാസാണ് ബെസ്റ്റ് എന്ന് അറിയാം, പക്ഷെ അത് ബെസ്റ്റ് അതാണ്. നമ്മള് ശരിക്കും പറഞ്ഞ മോഹൻലാലിന്റെ അത് ചെയ്യേണ്ടിയായിരുന്നു. MG ശ്രീകുമാർ വേറെ ആർക്കെങ്കിലും പറയേണ്ടിയായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ജയചന്ദ്രനോ വേണുഗോപാലോ രണ്ടുപേരും അത്യാവശ്യം കുറച്ചൊക്കെ പാടിയിട്ടുണ്ട് പുള്ളിക്ക് വേണ്ടി. മമ്മൂക്കയ്ക്ക് എനിക്ക് തോന്നുന്നു, മമ്മൂക്കയ്ക്ക് പഴയ പാട്ടുകാർ ആരണ്ടൊക്കെ പാടിയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാരണം മമ്മൂക്ക ഒത്തിരി നാളായല്ലോ അഭിനയിക്കാൻ തുടങ്ങി. മറ്റേ മധു ഗോപാലകൃഷ്ണനോ മറ്റേ മറ്റേ മറ്റേ
തിര 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 ഒരു മധു ബാലകൃഷ്ണൻ. പാട്ട്. മധു ബാലകൃഷ്ണൻ. അവൻ- അവനും അതും കുഴപ്പമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാതൊക്കെ പാടിയിട്ടുണ്ട്. കൊറേ മിസ്മാച്ച് ഉണ്ട് ശരിക്കും. ആക്ച്വലി ജയചന്ദ്രനും കുഴപ്പമില്ലായിരിക്കും, പക്ഷെ ഏത് പാട്ടാണെന്ന് പറയാൻ എനിക്ക് അങ്ങനെ വ്യക്തമായിട്ട് അറിയത്തില്ല. എനിക്ക് പെട്ടെന്ന് ജയചന്ദ്രനേക്കാളും നല്ലത് വേണുഗോപാലാന്നാ എനിക്ക് തോന്നുന്നത്. മറ്റേ ആകാശഗോപുരം ഒക്കെ ഉണ്ട്. Decent ആണ്. ജയചന്ദ്രൻ ഏത് ജയചന്ദ്രന്? മറ്റേ എം ജയചന്ദ്രനാണോ? അത് എം ജയചന്ദ്രൻ എനിക്ക് എന്താ മറ്റേ രാഖിളിത്തൻ മാത്രല്ല രാഖിളീത്തൻ. അത് മാത്രമല്ല, പക്ഷെ പുള്ളിയുടെ മെയിൻ അതാ. അതെ, പുള്ളിയുടെ മെയിൻ അതാണ്. എനിക്ക് വേറെ പാട്ടൊന്നും പുള്ളിയുടെ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മറ്റൊരു ജയചന്ദ്രൻ, നമ്മുടെ ഓലഞ്ഞാലിക്കുരുവി പാടിയ ജയചന്ദ്രനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുള്ളി മറ്റേ അതാ ഒരു ജനലിന്റെ അടുത്ത് അപ്പുറത്തിരുന്നോണ്ട് ഇങ്ങനെ മഴയെ ഇരുന്ന് പാടുന്ന പാട്ടാ അത്. പണ്ടത്തെ മെയിൻ. അപ്പൊ അങ്ങനെ നമ്മുടെ വീൽ എന്താണ് ആ ഭാരത ഇവിടെ തീർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ എതിരഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യുക. എന്താണ് എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ, ഞങ്ങളെ ചീത്ത വിളിക്കാനുണ്ടെങ്കിൽ, ഇതൊക്കെ എന്തോന്നിടെന്ന് ചോദിക്കാനുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വന്നിട്ട് നമ്മുടെ കമന്റ്സിൽ പറയുക. ഞങ്ങളുടെ KP എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു, അതുപോലെ സരോജി വന്ന എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു, പിന്നെ ഞങ്ങൾ എപ്പോഴും ഇവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവർ രണ്ടുപേരും ഞങ്ങളെ ജോയിൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. Yes, thanks for watching. So this is me, UDC Kumari, signing off with Mr. Digambaran, Saroj Kumar and KP. Bye. 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 Bye.